ഒരാൾ പറഞ്ഞല്ലോ KSRTC എനിക്ക് ഞാൻ അങ്ങോട്ട് തരാമെന്ന്. അതിനകത്ത് അതിശയോക്തിയില്ല. കാരണം ഇതിന് ഒത്തിരി മോണോപോളിയാണ്. അപ്പം ഇതിന് ഒത്തിരി സാധ്യതകളുണ്ട്. ഇപ്പൊ പണ്ട് റെയിൽവേയില് ഇത്രയും ട്രെയിൻ ഓടുമായിരുന്നു. അതേ പാളത്തിലൂടെ ഇപ്പൊ എന്തുമാത്രം ട്രെയിനാ ഓടുന്നു, എന്തുമാത്രം സ്പീഡിൽ ഓടുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ സാധ്യതകൾ 10% പോലും ഉപയോഗിച്ചിട്ടില്ല. നേരത്തെ ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ CP ജോണിനൊക്കെ ഒരു കരുത്ത് വരാൻ വേണ്ടി ചോദിക്കുക. കാര്യം ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് പ്രശ്നമായി കാണരുതല്ലോ. അതായത് ഇപ്പൊ ഇത്രയും സൗജന്യം കൊടുക്കണം, ഇത്രയും പെൻഷൻ കൊടുക്കണം, സംഭവമൊക്കെ പ്രശ്നമാണ്. സർക്കാർ ഇത്രയും സഹായിക്കുന്നു. KSRTC ഇപ്പൊ ലാഭകരമായിട്ട് ഓടിച്ചില്ലെങ്കിലും തട്ടിമുട്ടിയെങ്കിലും പോകും. തീർച്ചയായിട്ടും പോകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായ സ്ഥലങ്ങളിലെല്ലാം ഇഷ്ടം പോലെ സ്ഥലം, എവിടെ വേണേലും വണ്ടി ഓടിക്കണേ, ആരുടെയും പെർമിഷൻ വേണ്ട, ടൈം സ്കേബിൾ വേണ്ട, ഒന്നും വേണ്ട, പോകാം. വണ്ടി ഉണ്ടെങ്കിൽ കയറാൻ ആൾക്കാരുണ്ടേ. ഇപ്പൊ ഒരേ സ്ഥലത്ത് ഒരു KSRTC ബസ് നിൽക്കുന്നു, അതേ കണ്ടീഷനിൽ ഒരു പ്രൈവറ്റ് ബസ് നിന്ന എവിടെ കയറുന്നു? നാട്ടുകാരോടെ KSRTCയിലേ കയറുള്ളൂ. കാരണം അവന്റെ വിചാരം എന്റെ സ്വന്തം വണ്ടിയാന്നാ. ഇത് നമ്മുടെ സ്വന്തം വണ്ടി ഇരിക്കുന്നവരല്ലോ. കുറച്ച് ഫെസിലിറ്റി കൊടുത്താലും ഇത് കിടക്കൊന്നും നിങ്ങൾ വഴിയെ പിന്നാലെ പോണ്ട. ഇപ്പൊ 4500 ബസ് എന്നുള്ളത് ഒരു 3 ഇരട്ടി ആയാൽ ഈ നഷ്ടങ്ങളെല്ലാം കുറഞ്ഞു വരും. കാര്യം സെയിം സെറ്റപ്പില് പുതിയ ടെക്നോളജി ഉപയോഗിക്കുക, അതേ സ്റ്റാഫുകൾ ഉപയോഗിക്കുക, എണ്ണം കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിലേ സാറേ, സാറിന്റെ ഈ അനുഭവ പാരമ്പര്യം വെച്ചിട്ട് സാറിന് ഒരു നോട്ട് നമ്മുടെ ഗതാഗത മന്ത്രി കൊടുത്തൂടെ? അത് ആവശ്യപ്പെട്ടാലേ കൊടുക്കാൻ പറ്റുള്ളൂ, ചോദിക്കാതെ കൊടുക്കാൻ പറ്റില്ല. ഇത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.